നമ്മൾ യഥാർത്ഥത്തിൽ ഈ വോറിൽ ആരും ശ്രദ്ധിക്കാതെ പോകുന്ന മറ്റൊരു കാര്യം കൂടെ. അതായത് ഈ വോർ എക്യുപ്മെന്റ്സിന്റെ ആയുധങ്ങളുടെ മാർക്കറ്റ് നിങ്ങൾ നോക്കൂ. അമേരിക്കയുടെ F-15 ട്രാക്ക് ചെയ്ത് ഇറാൻ വെടിവെച്ചിരുന്നു. F-35 ഇൻവിസിബിൾ എന്ന് പറയുന്ന F-35 ട്രാക്ക് ചെയ്ത് വെടിവെച്ചിരുന്നു. അതും ഇറാന്റെ തദ്ദേശീയമായ മാജിദ് എന്ന് പറയുന്ന സംവിധാനം ഉപയോഗിച്ചിട്ട്. നമ്മൾ യഥാർത്ഥ USS എബ്രഹാം ലിങ്കൺ ഈ വോറിന് മുമ്പായിട്ട് ഈ സംഭവം അറബിക്കടലിലേക്ക് വരുമ്പോഴത്തേക്കിന് എന്തോ ഒരു ഹൈപ്പായിരുന്നു. ലോകത്തെ ഏറ്റവും വലുത് അറബിക്കടൽ, എന്താ 100 ഏക്കറിനെക്കാട്ടിൽ വലുത് എന്നൊക്കെ പറഞ്ഞ് കൊണ്ടുവന്ന സാധനം അവസാനം 1500 കിലോമീറ്റർ അപ്പുറത്ത് ഇറാന്റെ പ്രോക്സിമിറ്റിക്ക് അപ്പുറത്ത് കൊണ്ടുവന്ന് നങ്കൂരിനായിട്ട് വന്ന് പേടിച്ചിട്ട്. അതുപോലെ ജെറാഡ് ഫോർഡ്, അതും ലോകത്തെ ഏറ്റവും വലുതാണ്, ഇതിനേക്കാൾ വലുതൊന്നും ഇല്ലാൻ വേണ്ടി കൊണ്ടുവന്നതാണ്. അത് ഒരുവിധം കെട്ടി വലിച്ച് ഗ്രീസിന്റെ എന്താ പറയാ പോർട്ടിൽ കൊണ്ട് ഇട്ടേക്കാണ്. കാരണം ഇത് അമേരിക്ക ഒരു ഇത് ഓടില്ല ഈ സാധനം. അതേപോലെ ഇപ്പൊ പുതിയ ഒരെണ്ണം കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് ശരിക്കും അമേരിക്കയെ സംബന്ധിച്ചൊരു ഭയങ്കര ഹ്യൂമിലിയേഷൻ ഉണ്ടായ ഒരു വോറാണിത്. അവരുടെ വോർ എക്യുപ്മെന്റ്സുകൾ, അവരുടെ ടെക്നോളജി അത് യഥാർത്ഥത്തിൽ കോമ്പറ്റബിൾ അല്ല എന്നോ ട്രസ്റ്റബിൾ അല്ല എന്നോ ഒക്കെ ലോകത്തിന് ഇറാൻ പ്രൂവ് ചെയ്ത് കൊടുക്കുകയാണ്. അല്ലെങ്കിൽ ഇതിനേക്കാളിലൊക്കെ മച്ച് ബെറ്റർ ആണ് റഷ്യൻ ടെക്നോളജി, ചീപ്പറാണ്. S-400 അല്ലെങ്കിൽ S-500 അല്ലെങ്കിൽ ചൈനീസ് ടെക്നോളജി ഇതിനേക്കാൾ ബെസ്റ്റ് ആണ്. ഉദാഹരണം പറഞ്ഞാൽ ബൈഡു, ചൈനീസ് ബൈഡു. അതായത് ഈ നമ്മുടെ GPS-നെക്കാട്ടും വളരെ എഫക്റ്റീവായിട്ടും വളരെ കൃത്യമായിട്ടുമാണ് ബൈഡു പ്രവർത്തിക്കുന്നത് ഇറാൻ വോറിൽ. ബൈഡു GPS-നെക്കാട്ടിലും വൺ ഓഫ് ദ ബെസ്റ്റ് ആണെന്ന് യഥാർത്ഥത്തിൽ ഈ വോറിൽ പ്രൂവ് ചെയ്യപ്പെടുകയാണ്. ഈ യൂറോപ്യൻ രാജ്യങ്ങൾക്ക് സംഭവിച്ച അതേ ബുദ്ധിമുട്ടാണ്, പ്രശ്നമാണ് അമേരിക്കയ്ക്ക് ഉണ്ടാകുന്നത്. അതായത് അമേരിക്കൻ ടെക്നോളജി അത്ര വലിയ സംഭവമല്ലെന്നും അതിനെക്കാട്ടിലും ഒക്കെ ബെസ്റ്റ് ഓൾട്ടർനേറ്റ്സ് ലോകത്തുണ്ടെന്നും ഈ വോറിലൂടെ ഇറാൻ ലോകത്തിന് കാണിച്ചു കൊടുക്കുകയാണ്. എന്തിനേറെ പറയുന്നു, അവരുടെ ഈ മാജിക് ടെക്നോളജി വളരെ തദ്ദേശീയമായി ഡെവലപ്പ് ചെയ്താണ് F-35 വീഴ്ത്തിയത്. യഥാർത്ഥ ലൂസർ അത് അമേരിക്കയാണ്. സ്വന്തം പെട്ടിക്ക് ആണി അടിച്ചു, വാസ്റ്റ് ആണി അമേരിക്ക അടിച്ചു എന്നുള്ളതാണ് യാഥാർത്ഥ്യം.